തൃശൂരിൽ ബിജെപി പ്രവർത്തകരോട് ക്ഷോഭിച്ച സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട്, അതിനിയും തുടരും. എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രത്തോളം ഉയർത്തെഴുന്നേൽക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുപ്രചാരണങ്ങളിൽ തടരില്ല. തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കാനുള്ള മാർഗം മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിലാണ് സുരേഷ് ഗോപി പ്രവർത്തകരെ ശാസിച്ചത്. ആദിവാസികൾ വന്ന് എന്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എന്റെ അണികളെ ഞാൻ വഴക്ക് പറയും, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് കേപ്പബിലിറ്റി. നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിന്റെ സൂചനയാണ് നൽകിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ എന്റെ പാർട്ടി വർക്കേഴ്സിനെയാണ്, അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. ആളുണ്ടായിരുന്നോ ഇല്ലോ എന്ന് കണ്ടില്ലേ? അല്ലേ? വെറുതെ പറഞ്ഞല്ല, അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിന്റെ ഒരു മാർഗം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാനൊക്കത്തില്ല. നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എന്റെ അടുത്ത് എത്തിക്കേണ്ടത്. അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത്, അത്രേ ഉള്ളൂ. പ്രചരിപ്പിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. കാരണം അവിടെ അവരുടെ കൂടെ കാപ്പ് പിടിച്ചത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് ഇടും. ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത ആൾക്കാർക്ക് ഒരു ലേബൽ കൊടുക്കും. അതുകൂടെ സഹിച്ചോണ്ടാ മതി. ഈ വക്രം കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കത്തില്ല. നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു. ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുചെന്ന് ഭാരതത്തെ നാട്ടിയ അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും. വിലയിരുത്തലുകളുമായി സാമൂഹിക നിരീക്ഷകൻ